أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم صدق الله العلي العظيم. അപ്പോൾ സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് 18 മുതൽ 24 കൂടിയിട്ടുള്ള ആയത്തുകൾ. ഈ ആയത്തുകളുടെ പ്രത്യേകത, ഇത് ശരിക്കും അള്ളാഹുവിന്റെ നാമങ്ങള് ഏറ്റവും അധികം എടുത്തു പറഞ്ഞിട്ടുള്ള ആയത്തുകൾ ഇതിൽ പെട്ടതാണ്. ഇത് ആയത്തുൽ കുർസി കഴിഞ്ഞാല് അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് ഇത്ര മനോഹരമായിട്ടും ഇത്ര വിശദമായിട്ടും പറഞ്ഞിട്ടുള്ള സ്ഥലം വിശുദ്ധ ഖുർആനിൽ വേറെ ഇല്ല. രണ്ടാമത്, അതായത് ആയത്തുൽ കുർസിയില് അത്രയും ഒരുപാട് പേരുകൾ പറയുന്നില്ല അള്ളാഹുവിന്റെ, കുറച്ച് പേരുകളെ പറയുന്നുള്ളൂ അല്ലെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം, പിന്നെ ലാ തഅഖുദുഹു സിനത്തുൻ, അസീസുൽ ഹക്കീം, അങ്ങനെയുള്ള കുറച്ച് വിശേഷണങ്ങളാണ് അവിടെ പറയുന്നത്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വഹുവൽ അലിയുൽ അലീം, അങ്ങനെയുള്ള കുറച്ച് പേരുകൾ. പക്ഷെ ഇവിടെ ധാരാളം അധികം ഏറ്റവും കൂടുതൽ പേരുകൾ അള്ളാഹുവിൻ്റെതായിട്ട് ആവർത്തിച്ചു വന്ന പേരുകൾ എടുത്തു പറഞ്ഞത് ഈ ആയത്തുകളിലാണ്. സൂറത്തുൽ ഹശ്റിലെ ഈ അവസാനത്തെ ആയത്തുകൾ, പ്രത്യേകിച്ച് 22, 23, 24 ആയത്തുകളിൽ അത്രയും പേരുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ വളരെ പരലോകത്തേക്ക് വേണ്ടി മനുഷ്യരെ സമ്പാദിക്കുന്നതിനെ കുറിച്ച്, സ്വർഗവാസികളും നരകവാസികളും സമമാവുകയില്ല എന്ന കാര്യം, പിന്നെ വിശുദ്ധ ഖുർആന്റെ ഒരു ദൗത്യം മാത്രമല്ല, ആ ഖുർആൻ നമ്മളെ ഏൽപ്പിച്ചൊരു ദൗത്യത്തിന്റെ ഗൗരവം, ഇത്രയും കാര്യങ്ങളാണ് വാസ്തവത്തിൽ ആ ഗൗരവത്തെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഭയങ്കരമായ ഒരു ഉദാഹരണമാണ് അള്ളാഹു പറയുന്നത്. അതിന്റെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആദ്യത്തെ ആയത്ത് ഒന്ന് നോക്കിക്കോളൂ, അതായത് 18-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ വിശ്വസിച്ചവരെ. ഇത്തഖുല്ലാ, എപ്പോഴും യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ അതിനുശേഷം ഒന്നുകിൽ ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു നിരോധം, ഒരു സംഗതി അള്ളാഹു കൽപ്പിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു സംഗതി അള്ളാഹു വിരോധിക്കുന്നുണ്ടാവും. ഇതിന് രണ്ടിലൊന്ന് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിടത്തുണ്ടാവും. ഒന്നോ രണ്ടോ അപവാദങ്ങൾ മാത്രമാണ് അതിനുള്ളത്. മറിച്ച് മിക്കവാറും വിശുദ്ധ ഖുർആനിലെ എല്ലാ സ്ഥലങ്ങളിലും വിശ്വസിച്ചവരെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറയുമ്പോൾ അതുകൊണ്ട് അതിനുശേഷം തൊട്ടുടനെ ഇങ്ങനെ ഒരു കൽപ്പന ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൽപ്പന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു നിരോധം, ഇതിൽ രണ്ടിലൊന്നും ഇല്ലാതെ യാ അയ്യുഹല്ലദീന ആമനു വരില്ല. അപ്പോ അത് കേൾക്കുമ്പോൾ, യാ അയ്യുഹല്ലദീന ആമനു എന്ന് കേൾക്കുമ്പോൾ
നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ചെവി കൂർപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ സഹാബികൾ പ്രത്യേകിച്ചും അവരുടെ ഒരു സ്വഭാവം പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ ഓരോരുത്തരും വിചാരിക്കുക ഇതിപ്പോ അള്ളാഹു എന്നോട് സംസാരിക്കാൻ പോവാണ്, എന്നെയാണ് ആ വിളിക്കുന്നത്, എന്നെ അള്ളാഹു നേരിട്ട് അഡ്രസ് ചെയ്യാണ് എന്ന ഒരു ഒരു ഫീലിംഗ് അവർക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ നമ്മളും വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് പാരായണം ചെയ്യുമ്പോൾ ആ ഒരു മനസ്സോടുകൂടി തൊട്ടടുത്ത വാചകം വായിക്കണം. അവിടെ എനിക്ക് എന്തോ ഒരു കൽപ്പന അള്ളാഹു നൽകുന്നുണ്ട്, എന്തോ ഒരു വിരോധം അല്ലെങ്കിൽ എന്തോ ഒന്നിൽ നിന്ന് അള്ളാഹു എന്നെ തടയുന്നുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടാകണം എന്നർത്ഥം. ഇവിടെ പറയുന്നത് എന്താ? രണ്ട് കാര്യമാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, ഒന്നാമത് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വ അല്ലെ. തഖ്വ എന്ന് പറഞ്ഞാൽ വിഖായ എന്ന പദത്തിനാണ് ഇത്തഖ യത്തഖി എന്ന് വരുന്നത്. വിഖായ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം പരിച എന്നാണ്, അല്ലെങ്കിൽ നമ്മള് ആർമർ എന്ന് പറയില്ലേ ഇംഗ്ലീഷില്, ഈ ഒരു സംഗതിയിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ. നമ്മളൊരു പടയെങ്കി, ശരീരത്തിൽ ഒരു പടയെങ്കി ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ഉണ്ടാവൂല, വെടിയുണ്ട ഏൽക്കൂല, അമ്പ് ഏൽക്കൂല, വാളിന്റെ മുറിവ് ഏൽക്കൂല. ഈ വിഖായ, അതിൽ നിന്നാണ് ഏത് പദം വന്നത്? തഖ്വ പറയുന്നത്. ഇപ്പോ ഒരു സൂറത്ത് തഹരീമില് യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്ന് പറയുന്നുണ്ട്. സത്യവിശ്വാസികളെ നിങ്ങൾ ഖൂ എന്ന് പറയുന്നത്, ഖൂ നിങ്ങൾ സംരക്ഷിക്കുക. അത് ഈ വിഖായയുടെ അമ്രാണ് ശരിക്കത്. വിഖായ എന്ന പദത്തിന്റെ അമ്രാണ് ഖൂ. എന്തുകൊണ്ടാ ആദ്യത്തിലെ വാ പോയെന്ന് വെച്ചാല് അങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ട് അറബി ഭാഷയിൽ. പദങ്ങളുടെ കൂട്ടത്തില് ദുർബലമായ അക്ഷരങ്ങളാണ് വാവ്, അലിഫ്, യാ. അലിഫ്, വാ, യാനെ പറയാ ഹുറൂഫുൽ ഇല്ലത്ത് എന്നാ പറയാ. ഹുറൂഫുൽ ഇല്ലത്ത് ബാധിച്ച അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അസുഖം ബാധിച്ച അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങളുടെ പ്രശ്നം അതിന് സ്വന്തം നിലക്ക് നിലനിൽപ്പുണ്ടാവില്ല. അത് ഇത്തരം ഒരു ഫെയിലിന്റെ ഒക്കെ ആദ്യത്തിൽ വരണമെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെയും ഈ വിഖായയിൽ ഇത്തഖു എന്നുള്ളിടത്ത് ആ വാവില്ല. കണ്ടോ, ഇത്തഖു എന്നുള്ളിടത്ത് ആ വിഖായയുടെ വാവില്ലല്ലോ, അത് പോയതാണ്, അത് കളഞ്ഞു പോയതാണ്. ഹർഫ് മഹദൂഫ് എന്ന് അതിനെ പറയാം. ആ ഹർഫ് കളഞ്ഞു പോയതാണ്. അപ്പോ ഇവിടെ നമ്മളോട് അല്ലാഹ് പറയുന്ന അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ ശരിക്കും അത് വളരെ ചെറിയ ഒരു പരിമിതമായ ഒരർത്ഥം മാത്രമേ ആവുന്നുള്ളൂ. ശരിക്കും നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും നിങ്ങൾ ഒരു സംരക്ഷണ കവചം ഒരുക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന, അവന്റെ സ്നേഹമാകുന്ന ഒരു കവചം നിങ്ങൾ നേടിയെടുക്കണം. അതെങ്ങനെയാ ചെയ്യുക? ഒന്ന്, അവന്റെ കൽപ്പനകൾ അനുസരിക്കുക, അള്ളാഹു പറയുന്ന കൽപ്പനകൾ അനുസരിക്കുക. രണ്ട്, അവൻ എന്തൊക്കെ നമ്മളോട് വിരോധിച്ചിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, മാറി നിൽക്കുക. ഈ രണ്ട് വഴിയേ ഉള്ളൂ. തഖ്വ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വഴിയാണ്. അതാണ് ഇപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്താ തഖ്വ? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങള് ഒരു നല്ല കല്ലും മുള്ളും ചെളിയും പിന്നെ അങ്ങനത്തെ കൂർത്ത പാറക്കഷ്ണങ്ങളൊക്കെ ഉള്ള ഒരു വഴി കൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ കല്ലും മുള്ളൊന്നും നമ്മളുടെ ശരീരത്തിൽ ഏൽക്കാതെ, നമ്മുടെ വസ്ത്രത്തിൽ തറക്കാതെ നമ്മൾ എന്ത് ചെയ്യും? വളരെ സൂക്ഷിച്ച് ജാഗ്രതയോടെ നടന്നു നോക്കും. വളരെ കോഷ്യസ് ആയിരിക്കും നമ്മൾ, അല്ലെ? ഒരു ചെങ്കുത്തായ ഒരു മലയുടെ മുകളിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? വളരെ സൂക്ഷിച്ചേ കയറുള്ളൂ. കാരണം കാലൊന്ന് തെറ്റിയാൽ വീണുപോകും. അതാണ് തഖ്വ. നമ്മള് കുറച്ചും കൂടെ നമ്മൾ ഒരു സമകാലികമായ ഉദാഹരണം പറഞ്ഞാല്, നല്ല സ്പീഡിൽ വണ്ടി പോകുമ്പോൾ റഡാർ ഉണ്ടെന്ന് മനസ്സിലായാൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല മുത്തക്കയാവും, അല്ലെ? അല്ലെങ്കിൽ അപ്പുറത്ത് പോലീസ് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുത്തക്കയാവും. കാരണം എന്താ? ആ സ്പീഡിൽ പോയാൽ ക്യാമറ മിന്നും, ഫൈൻ അടിക്കും. അല്ലെങ്കിൽ പോലീസ് കൈ കാണിച്ച് നിർത്തും, ഫൈൻ അടിക്കും. ഇതാണ് തഖ്വ. ഇത് നമ്മുടെ റോഡിൽ അതാണ് തഖ്വ എങ്കിൽ ജീവിതത്തിൽ അങ്ങനെ ഒരു ക്യാമറ ഉണ്ട്. വഹുവ മഅക്കും ഐനമാ കുന്തും, അല്ലെ? വഹുവ മഅക്കും ഐനമാ കുന്തും. നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും നിങ്ങളോടൊപ്പം ആരുണ്ട്? അള്ളാഹു ഉണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒരിക്കലും. ഒരു റൂമില്, ഒരു പിന്നെ വാഹനത്തില്, ഒരു സമുദ്രത്തിന്റെ അടിയിൽ, അല്ലെ? നമ്മുടെ ലുഖ്മാൻ തന്റെ മകനെ ഉപദേശിച്ചിട്ട് പറയണ്ട്, യാ ബുനയ്യ
ഇന്നഹ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. മോനെ, പൊന്നു മോനെ എന്ന് വിളിച്ചിട്ട് ലുഖ്മാൻ പറയുന്നുണ്ട്, മോനെ നീ ചെയ്യുന്ന ഒരു കാര്യം അത് എത്ര ചെറുതാകട്ടെ, മിൻ ഖർദലിൻ എന്നാ പറയുക, ഒരു ഹബ്ബ, ഒരു 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 അണുമണി തൂക്കം, വളരെ ചെറിയ ഒരു വളരെ ചെറിയ ഒരു ഒരു ചെറിയ ഒരു ആറ്റം വെയിറ്റ് അത്രേ ഉള്ളൂവെങ്കിൽ പോലും അത് നിങ്ങൾ ആകാശത്തിന്റെ വിശാലതയിൽ വെച്ച് ചെയ്താലും അല്ലെങ്കിൽ ഔഫിൽ അർളി ഭൂമിയുടെ അടിത്തട്ടിൽ വെച്ച് ചെയ്താലും അള്ളാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും പരലോകത്ത് വെച്ച്. അപ്പൊ ആരുടെ ഈ ലോകത്ത് നമുക്ക് എല്ലാവരുടെ കണ്ണ് വെട്ടിച്ച് ചിലപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല, ആരും കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പരലോകത്ത് അതൊക്കെ വെളിവാകുന്ന ഒരു സന്ദർഭമുണ്ട് അല്ലെ. സൂറത്തുൽ കഹ്ഫില് പറയുന്നുണ്ടല്ലോ, എന്താണ് വവുളി അൽ കിതാബ്, വവുളി അൽ കിതാബ്, ആ ഗ്രന്ഥം ഇങ്ങനെ വെക്കപ്പെടും. അപ്പോഴേ എന്താണ് വവുളി അൽ കിതാബ് ഫർ അൽ മുജ്രിമൂന, അപ്പോ ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകള് പറയും, യാ വൈലതന മാലി ഹാദൽ കിതാബ്, എന്തൊരു കഷ്ടമാണ് ഈ പുസ്തകത്തിന്, എന്തൊരു കഷ്ടമാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, എത്രയും വലിയ കാര്യങ്ങളും എത്രയും ചെറിയ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെടാതെ ഈ പുസ്തകം പോയിട്ടില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള, ആരും കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്തു പോയിട്ടുള്ള സകല കാര്യങ്ങളും ഈ പുസ്തകത്തിലുണ്ടല്ലോ എന്ന് കുറ്റവാളികള് വിലപിക്കുന്ന ഒരു രംഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക, അപ്പോഴാണ് തഖ്വ ഉണ്ടാവുക. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ നടത്തിയ ആ ഒരു കുത്തുബ ട്രാൻസ്ലേഷന്റെ ഓഡിയോ നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. തെറ്റുകൾ സംഭവിക്കുന്ന വിധത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോ അതിൽ പറഞ്ഞൊരു കാര്യം, നമുക്ക് തെറ്റ് സംഭവിക്കുമ്പോൾ ഈ ഈമാൻ, ഈ ബോധം, ഈ തഖ്വ നമ്മിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കും. മനസ്സിലായോ? എന്നിട്ട് ഒരു ജഹാലത്ത് നമ്മൾ പിടിപെടും, നമ്മൾ ജാഹിലായി പോവും. അതാണ് യൂസുഫ് നബി പറഞ്ഞായിട്ട് അതിൽ പറയുന്നല്ലേ, ഞാൻ ജാഹിലിങ്ങളിൽ പെട്ടുപോകും. അള്ളാഹുവെ, ഈ പെണ്ണുങ്ങളുടെ ഈ ഉപദ്രവത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ജാഹിലുകളിൽ പെട്ടുപോകും എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പറയാൻ കാരണം അതാണ്. അപ്പോ എപ്പോഴാണ് നമ്മുടെ തഖ്വ നമ്മിൽ നിന്ന് ഇല്ലാതാകുന്നത്? ഈ ഈ ജഹാലത്ത് നമ്മളെ പിടികൂടുമ്പോഴാണ്. അപ്പൊ നമ്മളൊരു ഇത്തഖുള്ള എന്ന് അള്ളാഹു പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം ഈ ജഹാലത്ത് പിടികൂടാതെ നമ്മൾ സദാ ജാഗരൂകരായിരിക്കണം എന്നാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ തെറ്റുകൾ സംഭവിക്കും. തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും. ചെറിയ 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 തെറ്റുകൾ, വലിയ തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല നമുക്ക്. ഷിർക്ക് പോലെ, വ്യഭിചാരം പോലെ, പിന്നെ പലിശ പോലെ, അങ്ങനത്തെ വലിയ വലിയ തെറ്റുകൾ ഒരിക്കലും നമ്മുടെ അടുത്ത് സംഭവിക്കാൻ പാടില്ല. പക്ഷെ അതുപോലും, ആ തെറ്റുകൾ പോലും അള്ളാഹു പുറത്തു വരും. ഷിർക്ക് അടക്കം അള്ളാഹു പുറത്തു വരും. എങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിച്ചിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാല് അല്ലെ. ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ചേർന്ന എല്ലാ സഹാബികളും ഒരു കാലത്ത് ഷിർക്ക് ചെയ്യുന്നവരായിരുന്നല്ലോ. പക്ഷെ അവര് തിരിച്ചു വന്നപ്പോൾ പശ്ചാത്തപിച്ചു, പുറത്തു കൊടുത്തു. പിന്നീട് ആ തെറ്റിലേക്ക് അവർ പോയിട്ടില്ല. അതേസമയം ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ എത്ര പശ്ചാത്തപിച്ചാലും പിന്നെയും ചെയ്തു പോകും. ഗീബത്ത് പറയാം, നമീമത്ത് പറയാം, ആളുകളെ ചിലപ്പോ അപഹസിക്കുക, പരിഹസിക്കുക, ഇരട്ടപ്പേര് വിളിക്കുക, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പിണക്കങ്ങൾ, വഴക്കുകൾ, ഇതൊക്കെ നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ചാലും സാധാരണ മനുഷ്യരെന്നുള്ള നമ്മുടെ അടുത്തുണ്ടാവും. പക്ഷെ അതിനെ സൂക്ഷിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരിക്കൽ നബി ഹുനൈൻ യുദ്ധം കഴിഞ്ഞു വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ സഹാബികളോട് പറഞ്ഞു, നമുക്ക് കുറച്ച് തീ കൂട്ടാം. തീ കൂട്ടാനായിട്ട് എല്ലാവരും വിറകുകൾ കൊണ്ടുവരാൻ പറഞ്ഞു. സഹാബികൾ അവിടെ നോക്കിയിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലെ, ഇവിടെ ഈ മരുഭൂമിയിൽ ഒട്ടും വിറകൊന്നും കാണുന്നില്ല. റസൂൽ പറഞ്ഞു, നിങ്ങൾ നോക്കൂ, കാണും. അപ്പൊ ഓരോരുത്തർ പോയിട്ട് ഒരാൾ ചെറിയ ഒരു ചവറ്, ഒരു ചെറിയ മുള്ള്, ഇതൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ കൂട്ടി 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 അവസാനം നോക്കുമ്പോൾ വലിയൊരു കൂമ്പാരമായിട്ട് അത് മാറി. ചെറിയ അവിടെ ഇവിടെയൊക്കെ മരുഭൂമിയിൽ ഇങ്ങനെ ചെയ്തിട്ട് കിടക്കണം. നമ്മൾ പോയിട്ടില്ല മരുഭൂമിയിൽ, അപ്പൊ അവിടെ വല്ലാതെ ഒന്നും കാണുമല്ലോ. പക്ഷെ എല്ലാവരും ഈ ചെറിയ മുൾച്ചെടിയും വിറകും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോ അത് വലുതായിട്ട് മാറി. അപ്പൊ റസൂല് ഒരു ഉദാഹരണം പറഞ്ഞു. ഈ
വിറകിന്റെ ഈ കൂമ്പാരം ഇതുപോലെയാണ് ചെറിയ പാപങ്ങൾ. നമ്മൾ വിചാരിക്കാതെ നിസ്സാര പാപമാണ്. ഒരു വർത്താനമല്ലേ, ഒരു വാക്കല്ലേ, അല്ലെങ്കിൽ ഒരു ആക്ഷേപമല്ലേ, ഒരു പരിഹാസമല്ലേ, ഒരാളെ നമ്മളൊന്ന് ഇടിച്ചു താഴ്ത്തിയതല്ലേ, ചെറിയതല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ ഇതിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടിയാൽ ഒരുപാടുണ്ടാവും കാലങ്ങൾ. അപ്പോ അതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ തഖ്വ എന്ന് പറയുന്നത്. ഓരോ ദിവസവും ഓരോ ജാഗ്രത വേണം നമുക്ക്. ഓരോ നിമിഷവും ജാഗ്രത വേണം. നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ എന്ത് കേൾക്കുന്നു, നമ്മൾ എന്ത് കാണുന്നു, നമ്മൾ എന്ത് ശ്രദ്ധിക്കുന്നു, നമ്മുടെ സംസാരം എങ്ങനെയാണ്, നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള വാക്കുകളാണ് നമ്മൾ പ്രയോഗിക്കുന്നത്, ഭാര്യയോട് എങ്ങനെയാ പെരുമാറുന്നത്, ഭർത്താവിനോട് എങ്ങനെയാ പെരുമാറുന്നത്, കുട്ടികളോട് എങ്ങനെയാ പെരുമാറുന്നത്, അയൽവക്കക്കാരോട് എങ്ങനെയാ പെരുമാറുന്നത്, മാതാപിതാക്കളോട് എങ്ങനെയാ പെരുമാറുന്നത്. ഇങ്ങനെ ഓരോ പെരുമാറ്റത്തിലും ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും നിതാന്തമായ ഒരു ജാഗ്രത, അതാണ് വാസ്തവത്തിൽ തഖ്വ എന്ന് പറയുന്നത് കേട്ടാ. അതാണ് ഇവിടെ ഈ ആയത്തിൽ ആദ്യം അള്ളാഹു പറയുന്നത്. തഖ്വയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഞാൻ എന്നെ തന്നെ പിന്നെ നിങ്ങളെയും ഒന്നുകൂടി അതിനെക്കുറിച്ച് പറയാൻ കാരണം ഈ ആയത്ത് അത്രത്തോളം അതിൽ ഇമ്പോർട്ടന്റ് ആണ്. കാരണം തുടർന്ന് പറയുന്ന വാചകം വളരെ ശ്രദ്ധിക്കണം നമ്മൾ. യാഅയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന വാചകം വളരെ ജാഗ്രതയോടെ എന്ന് മാത്രമല്ല, ആ വാചകം പറഞ്ഞിട്ട് വീണ്ടും അള്ളാഹു വത്തഖുല്ലാഹ് എന്ന് പറയുന്നുണ്ട്. നോക്കൂ, വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. കണ്ട, ആയത്തിന്റെ തുടക്കത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, അതിന്റെ അർത്ഥം ഞാൻ പറയാം, അത് പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറയണ വത്തഖുല്ലാഹ്, നിങ്ങൾ വീണ്ടും അള്ളാഹിനെ സൂക്ഷിക്കണം. അപ്പൊ ആ നടുക്ക് പറഞ്ഞ കാര്യം അതീവ ഗൗരവമുള്ളതാണ്. ഈ രണ്ട് ഇത്തഖുല്ല എന്ന് പറഞ്ഞതിന്റെ ഇടയിലുള്ള കാര്യം, ആ വർത്തമാനം വളരെ ഗൗരവമുള്ള. എന്താണ് ആ പറയുന്നത്? വൽ തൻദുർ, നളറ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നളറ യൻദുറു, നളറ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. നളറ നോക്കുക, നോക്കുക. വൽ തൻദുർ നഫ്സുൻ, ഓരോ നഫ്സും, ഓരോരുത്തരും. നഫ്സ് എന്ന് പറഞ്ഞാൽ ആത്മാവ്, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഓരോ വ്യക്തിയും നോക്കട്ടെ. വൽ തൻദുർ എന്നുള്ളത് അവരവർ നോക്കട്ടെ, അവരവർ ചിന്തിക്കട്ടെ എന്നർത്ഥം. നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണ് വെച്ച് നോക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, പിന്നെ മനസ്സുകൊണ്ട് നോക്കുക, ഹൃദയം കൊണ്ട് നോക്കുക എന്നൊക്കെ പറയാറില്ല നമ്മള്. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മള് പരിഗണിക്കട്ടെ, നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവട്ടെ, നമ്മുടെ നിതാന്തമായ ഒരു മാനസികമായ അവസ്ഥയിൽ അത് ഉണ്ടാകട്ടെ. എന്താണ് ആ ഉണ്ടാകേണ്ടത്? മാ ഖദ്ദമത്, ആ ഓരോ നഫ്സും മുന്തിച്ചത്. ഖദ്ദമ എന്ന് പറഞ്ഞാല് മുന്തിച്ചത്, അതായത് മുൻകൂട്ടി ചെയ്തു വെച്ചത് എന്നർത്ഥം. മുൻകൂട്ടി ചെയ്തു വെച്ചത്. ഗദിൻ, ഗദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗദ്. അൽയൗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാളെ. അൽയൗം എന്ന് പറഞ്ഞാൽ ഇന്ന്, ഗദ് എന്ന് പറഞ്ഞാല് നാളെ. മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്കു വേണ്ടി ഓരോരുത്തരും മുൻകൂട്ടി ചെയ്തു വെച്ചത് എന്താണെന്ന് ഓരോ നഫ്സും പരിശോധിക്കട്ടെ എന്നാണ് അർത്ഥം. നാളെ എന്ന് പറയുമ്പോ എന്താ ഉദ്ദേശിക്കണം അവിടെ? നാളെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കഴിഞ്ഞ നാളത്തെ ആണോ? ആഖിറത്ത്, പരലോകത്തേക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താ, എന്തിനായിരിക്കും അവിടെ പരലോകത്തെ കുറിച്ച് പറയാൻ വേണ്ടി അള്ളാഹു ഗദ് എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുണ്ടാവുക? നിങ്ങള് ശ്രദ്ധിക്കണ്ടോന്ന് അറിയാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ചോദ്യം ചോദിക്കണം. അപ്പൊ തെറ്റായാലും പറഞ്ഞോളൂ. നിങ്ങള് ശ്രദ്ധിക്കേണ്ടെന്ന് എനിക്ക് അറിയണമല്ലോ. സൂം ഓൺ ചെയ്ത് വെച്ചിട്ട് ഉറങ്ങാൻ പാടില്ലല്ലോ. ഈ സമയത്ത് ആരും ഉറങ്ങൂല. എന്നാലും എന്തിനായിരിക്കും പരലോകത്തെ കുറിച്ച് പറയാൻ നാളെ എന്ന പദം പ്രയോഗിച്ചത് അള്ളാഹു? എന്തിനായിരിക്കും എന്നാലോചിച്ച് നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള. അതായത് നാളെ എന്ന് പറയുന്നത് എത്രമാത്രം യാഥാർത്ഥ്യമാണോ, എത്രമാത്രം അടുത്ത് നിൽക്കുന്നു അല്ലെ. ഇപ്പൊ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നാളെ കാലത്ത് എനിക്ക് ഓഫീസിൽ പോകണം, നാളെ കാലത്ത് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണം, നാളെ കാലത്ത് അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ. അതിന്റെ അർത്ഥം എന്താ? സോ ക്ലോസ്, വളരെ ക്ലോസ് ആണത്. ഇതുപോലെയാണ് പരലോകം. പരലോകം എന്ന് പറയുന്നത് ഒരുപാട് ദൂരെ അല്ല.
സൂറത്തുൽ മആരിജില് അള്ളാഹു അത് പറയുന്നുണ്ട്. ഇന്നഹും യറൗനഹു ബഈദൻ വനറാഹു ഖരീബൻ. അവരതിനെ വളരെ ദൂരത്തുള്ളതായിട്ട് കാണുന്നു, പക്ഷെ നാം ആകട്ടെ അതിനെ വളരെ അടുത്തുള്ളതായിട്ട് കാണുന്നു എന്ന് പറയുന്നത്. അതായത് അള്ളാഹുവിനെ സംബന്ധിച്ച് പരലോകം എന്ന് പറയുന്നത് നമുക്ക് നാളെ എന്ന് പറയുന്നത് പോലെയാണ്. ഒരർത്ഥം അതാണ്. അത് വളരെ ക്ലോസ് ആണ്, അടുത്തതാണ്. രണ്ടാമത്തെ അർത്ഥം, അത് നാളെ എത്രമാത്രം യാഥാർത്ഥ്യമാണോ അത്രമാത്രം യാഥാർത്ഥ്യമാണ് പരലോകം. പലപ്പോഴും ആളുകൾക്ക് തോന്നി ഈ സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മുടെ പുതിയ തലമുറ വരെ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ കൊതിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു വർത്താനമാണ്. അതൊന്നും ഇപ്പൊ സംഭവിക്കാൻ പോകുന്നില്ല. ഇതിപ്പോ പറഞ്ഞില്ലെങ്കിലും ആളുകളുടെയൊക്കെ മനസ്സിൽ ഇടക്കിടക്ക് ഇങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. കാരണം ഇതിപ്പോ എപ്പോഴാ വരിക? നമ്മൾ മരിക്കണ്ടേ? മരിച്ചിട്ട് അന്ത്യനാള് സംഭവിക്കണ്ടേ? അന്ത്യനാള് സംഭവിച്ചിട്ട് എല്ലാവരും കാഹളത്തിൽ ഊതണ്ടേ? ഇസ്രാഫീൽ ഊതന എപ്പോഴാ? ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ആളുകൾ ഇരിക്കുകയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ ഓരോരുത്തരും അന്ത്യനാളിനെ കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ മരണവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ മതി. അതായത് മൻ മാത്ത ഫഖദ് ഉഖീമത് സഅതുഹു എന്നാണ്. ഒരാൾ മരിച്ചാൽ അയാളുടെ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞു. എന്താ കാരണം? മരിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? നമ്മളെ റൂഹ് പിടിക്കുന്നു, മലക്കളെ നമ്മൾ കാണുന്നു, പിന്നെ നമ്മളെ ഖബറിലേക്ക് കൊണ്ടുവന്നു, ചോദ്യം ചെയ്യുന്നു. ഒന്നുകിൽ നമ്മുടെ ഖബർ സ്വർഗത്തിൽ നിന്നുള്ള ഒരു വിശാലമായ ഒരു പൂന്തോട്ടമായി മാറുന്നു, അല്ലെങ്കിൽ ഒരു നരകത്തിലെ ഒരു തീക്കുണ്ടാരമായിട്ട് മാറുന്നു, അല്ലെ? അപ്പോ ഓരോരുത്തരും മരിക്കുമ്പോ അവരവരുടെ അന്ത്യനാള് എത്തിക്കഴിഞ്ഞു. ആ മരണം എത്ര അടുത്താണ്, എത്ര അകലെയാണ്? ആ മരണം, നമ്മുടെ മരണം നമ്മളോട് എത്ര അകലെയാണ്? അങ്ങനെ ചോദിക്കണേക്കാൾ നല്ലത് എത്ര അടുത്താണെന്ന് ചോദിക്കലാണല്ലേ, അല്ലെ? മരണം എത്രയോ അടുത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ? ചെറുപ്പക്കാര്, കുട്ടികള്, വയസ്സായവര്, പ്രായഭേദമന്യേ, ലിംഗഭേദമന്യേ, രാജ്യഭേദമന്യേ, ഭാഷ, പ്രദേശ, വർഗ, വർണ്ണ, ജാതി വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്ത് നിന്ന്. അപ്പോ ഈ നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് മുൻകൂട്ടി ചെയ്തു വെച്ചത്? ഇത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കട്ടെ. നമ്മൾ നാളേക്ക് വേണ്ടി വേറെ പലതും ചെയ്യാറുണ്ട്, അല്ലെ? ഒരു നല്ല ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടി, അല്ലെ? നല്ല ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യയും മക്കളും സുഖമായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ ഗൾഫിൽ നിന്ന് പോയാൽ എനിക്ക് നാട്ടിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കണം, അല്ലെ? എനിക്ക് റിട്ടയർ ആയാൽ ഒരു നല്ല പെൻഷൻ ഫണ്ട് വേണം, നാട്ടിൽ നല്ല താമസിക്കാൻ ഒരു വീട് വേണം, ഒരു വരുമാനം വേണം. ഇതൊക്കെ എല്ലായ്പ്പോഴും ഇപ്പൊ യൂട്യൂബും പിന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്ന ഈ ഫൈനാൻഷ്യൽ ഉപദേശകരുടെ പ്രളയമാണ്, അല്ലെ? നാളേക്ക് വേണ്ടി 40 വയസ്സിൽ ചെയ്തിരിക്കേണ്ട സാമ്പത്തിക കാര്യങ്ങൾ കാണാം, അല്ലെ? 40 വയസ്സായ ആൾ ചെയ്യേണ്ട കാര്യങ്ങൾ, 30 വയസ്സായ ആൾ ചെയ്യേണ്ട കാര്യങ്ങൾ, 50 വയസ്സിന് മുമ്പ് ഇത്രയും കാര്യം നിങ്ങൾ നിർബന്ധമായും ചെയ്തേ പറ്റൂ. കാണുമ്പോ ആ ഹെഡ്ലൈൻ കാണുമ്പോൾ തന്നെ നമ്മളത് ക്ലിക്ക് ചെയ്യും. കാരണം നമുക്ക് 40, 50 ഒക്കെ വയസ്സായിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി നമ്മൾ ആ വീഡിയോ നോക്കും. അപ്പൊ എന്താ അതിന്റെ അടുത്ത് പറയണ? നിങ്ങൾക്ക് ഒരു ക്ലിയർ സേവിങ്സ് പ്ലാൻ വേണം, നിങ്ങൾക്ക് വീടുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ഒരു എമർജൻസി ഫണ്ട് വേണം, മക്കളെ കെട്ടിക്കാനായിട്ട് ഒരു ഫണ്ട് ബാങ്കിൽ ഇത്ര വേണം, വേറെ മകളുടെ എഡ്യൂക്കേഷൻ ഇത്ര വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉപദേശം തരും. എന്താണ് ഉപദേശം? അതൊന്നും നല്ല കാര്യങ്ങളാണ് അതൊക്കെ, അല്ലെ? ഒക്കെ നല്ല കാര്യങ്ങളാണ്, വേണ്ടതാണ്. വലാ തൻസ നസീബക മിന ദുനിയാവിന്റെ വിഹിതം നമ്മൾ മറക്കാൻ പാടില്ല. പക്ഷേ അത് നാളേക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതിനേക്കാളും പ്രധാനമാണ് ഈ നാളെ. ഈ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശ്റിൽ അല്ലാഹ് ഈ പറഞ്ഞ നാളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടത്തേക്ക് വേണ്ടി എന്ത് ചെയ്തു, ആ ചെയ്യുന്നത്, ആ നിക്ഷേപം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ മറ്റേ നിക്ഷേപം കുറച്ച് കുറഞ്ഞു പോയാലും ഒരു കുഴപ്പം സംഭവിക്കില്ല. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാടൊന്നും സമ്പാദിക്കണ്ട, അവര് ജീവിച്ചോളൂ എങ്ങനെയെങ്കിലുമൊക്കെ. നല്ല വീട്, ഒരാള് 2 മക്കളുള്ള ആളും ഇപ്പൊ പണിയണ വീട് എത്ര? 6 മുറിയുള്ള വീടാണ്, അതിവിശാലമായ വീട്. എന്നിട്ട് അവസാനം മക്കളൊക്കെ ദൂരെ അമേരിക്കയിലും ലണ്ടനിലും, ഈ ഭാര്യയും ഭർത്താവും ഈ 6 മുറിയും കൂടെ, 6 മുറിയിൽ 5ഉം അടച്ചിട്ടിട്ട് വല്ലപ്പോഴും വരുന്ന ആളുകൾക്ക് വേണ്ടി ഇതൊക്കെ ഇങ്ങനെ കാത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീടിന് വേണ്ടി ഈ ദുനിയാവില് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വർഗത്തിലൊരു വീടിന് വേണ്ടി, സ്വർഗത്തിലൊരു നിക്ഷേപത്തിന് വേണ്ടി,
സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ തുണക്കുന്ന കർമ്മങ്ങൾ. ഒരു റമദാൻ കഴിഞ്ഞാലും ഒരു എക്സ്ട്രാ നോമ്പ്, ശവ്വാലിൽ 6 നോമ്പുണ്ട്. അപ്പൊ കുറച്ച് ഏതെങ്കിലും നോമ്പുകള്, ഒരു ഒരു നോമ്പിന്റെ മഹത്വം നമ്മൾ കേട്ടതാണല്ലോ റമദാനിൽ കുറെ. ഏറ്റവും ചുരുങ്ങി നമുക്കൊരു 15 ഗുണം എണ്ണി പറയാം നോമ്പിന്റെ ഗുണങ്ങൾ അല്ലെ. റയ്യാൻ എന്ന് പറഞ്ഞ കവാടം, പിന്നെ അള്ളാനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം, പാപങ്ങൾ പൊറുക്കുമ്പോഴുള്ള സന്തോഷം, ഇങ്ങനെ 10-15 ഗുണങ്ങൾ എണ്ണി പറയാം. ഒരു എക്സ്ട്രാ നോമ്പ് പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു 2 റക്അത്ത് ളുഹ അല്ലെ, ഔസാനി ഖലീലി എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ കൂട്ടുകാരൻ, അതായത് റസൂല് എന്നെ ഉപദേശിച്ചു, നീ നോമ്പെടുക്കണം, നല്ല ചൂടുള്ള ദിവസം നോമ്പെടുത്താല് 70 വർഷം നരകത്തിൽ നിന്ന് നിനക്ക് അകന്നു പോകാം എന്ന് റസൂല് പറയുന്നുണ്ട്. ഒരു നോമ്പെടുത്താല്, ഒറ്റൊരു നോമ്പ്, അതിപ്പോ ചൂടുള്ള ദിവസം അല്ലാത്ത ദിവസം എപ്പോഴും ആവട്ടെ, ഒരു എക്സ്ട്രാ നോമ്പ് പിടിച്ചാൽ 70 വർഷം നരകത്തിൽ നിന്ന് അകന്നു നിൽക്കാം. പിടിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? ഒരു ലുഹ നമസ്കരിച്ചാൽ നമ്മൾ, അള്ളാഹു നമുക്ക് ചെയ്തെന്ന എല്ലാ ആരോഗ്യത്തിനും അനുഗ്രഹത്തിനും പ്രതിഫലമാണത്. അതിന് പകരമുള്ള ഒരു നന്മയായിട്ട് അത് മാറും. ഇതൊക്കെ പറഞ്ഞ് പിന്നെ 2 റക്അത്തെങ്കിലും എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ ഒരു 2-3 റക്അത്തെങ്കിലും നമസ്കരിക്കുക. അതൊറ്റയായിട്ട് നമസ്കരിക്കുക. രാത്രിയിൽ ഒരു അഗതിക്കെങ്കിലും ഭക്ഷണം കൊടുക്കുക. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു പിന്നെ ഈത്തപ്പഴത്തിന്റെ ഒരു ചെറിയ കീറുകൊണ്ടെങ്കിലും നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് റസൂൽ പറഞ്ഞു. അപ്പൊ ഇതിങ്ങനെ വിശാലമായി കിടക്കണം. അതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് മാത്രം ഈ ക്ലാസ്സിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോ നമ്മൾ നിരന്തരം സൂക്ഷിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ് ഈ ഒരു സംഗതി. നാളേക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്? പരലോകത്തേക്ക് വേണ്ടി ഞാൻ ഇന്നിപ്പോ നമ്മൾ ആലോചിച്ച് നോക്കാം. ഇന്ന് രാത്രി കിടക്കാൻ നേരത്തെ നമ്മൾ ആലോചിക്കാം, എന്റെ സ്വർഗത്തിന് വേണ്ടി ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു. നിർബന്ധ നമസ്കാരം എന്തായാലും ഉണ്ടാവും, അത് അവിടെ ഇരിക്കട്ടെ. അത് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയാണ്. നിർബന്ധ നമസ്കാരം ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയാണ്, അത് അവിടെ ഇരിക്കട്ടെ. അതല്ലാത്ത എന്ത് ചെയ്തു? ഓരോരുത്തരും നമ്മൾ ആലോചിക്കുക. ഓരോ ദിവസവും ആലോചിക്കുക, ഓരോ മണിക്കൂറിലും ആലോചിക്കുക, ഓരോ നിമിഷത്തിലും ആലോചിക്കുക എന്തൊക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. ഇത് വേണം. എന്നിട്ട് പിന്നെ അള്ളാഹ് പറയുന്നത് വത്തഖുള്ള, വീണ്ടും നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. തെറ്റിലേക്ക് നീങ്ങിപ്പോകാതെ, ധിക്കാരത്തിലേക്ക് മാറിപ്പോകാതെ നിരന്തരമായ ഒരു ജാഗ്രത നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് വേണം. എന്നിട്ട് പറയണം ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. ഖബർ എന്ന് പറഞ്ഞാല് വാർത്ത എന്നർത്ഥം. ഖബർ ഹിന്ദിയിലും അത് തന്നെയാണ് അല്ലെ. അഖ്ബാർ ഉറുദുവിലൊക്കെ അഖ്ബാർ എന്ന് കേട്ടല്ലേ. അതിൽ നിന്നാണ് ഖബീർ, സൂക്ഷ്മമായിട്ട് അറിയാം. എക്സ്പേർട്ടിന് പറയും അറബിയില് ഖബീർ എന്ന് പറയും. ഖിബ്ര എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് എന്നർത്ഥം, എക്സ്പെർട്ടീസ്. അതിൽ നിന്നാണ് ഖബീർ ഫനി, ടെക്നിക്കൽ എക്സ്പെർട്ട്. അതാണ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അള്ളാഹു തീർച്ചയായിട്ടും നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതാണ് ഖബീർ കേട്ടോ. പിന്നെ പറയുന്നത് അതിനേക്കാളും ഗൗരവമുള്ള സംഗതിയാണ്. വലാ തകൂനു, നിങ്ങളാകരുത് കല്ലദീന നസുല്ലാ, അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളാകരുത്. നസ യൻസ എന്ന് പറഞ്ഞാല് നസിയ യൻസ. നസിയ യൻസ എന്ന് പറഞ്ഞാല് എന്തർത്ഥം? മറന്നു എന്നർത്ഥം. വലാ തകൂനു കല്ലദീന നസുല്ലാ, അള്ളാഹുവിനെ വിസ്മരിച്ചവരെ പോലെ നിങ്ങളാകരുത്. ഫഅൻസാഹും അൻഫുസഹും, അങ്ങനെ സംഭവിച്ചാൽ, അള്ളാഹുവിനെ നിങ്ങൾ മറന്നാൽ, അൻസ, അവൻ നിങ്ങളെ മറപ്പിക്കും, വിസ്മൃതനാക്കും. അൻഫുസഹും, ഫഅൻസാഹും അൻഫുസഹും, അള്ളാഹു അവരെ തന്നെ മറന്നവരെ പോലെ ആക്കി തീർത്തു. നസിയ എന്ന് പറഞ്ഞത് ലാസിമാണ്. അൻസ എന്ന് പറഞ്ഞാൽ മുത്തഅദ്ദിയാണ്. അങ്ങനെയുണ്ട് അറബിയിലെ ഫേലുകളുടെ കൂട്ടത്തില്. എന്ന് പറഞ്ഞാൽ നസിയ എന്ന് പറഞ്ഞാൽ മറന്നു, അൻസ എന്ന് പറഞ്ഞാലോ മറപ്പിച്ചു. ഏതുപോലെ? ജലസ എന്ന് പറഞ്ഞാല് ഇരുന്നു, അജ്ലസ എന്ന് പറഞ്ഞാലോ അജ്ലസ എന്ന് പറഞ്ഞാൽ ജലസ ഇരുന്നു, ഇരുത്തി, ഒരാളെ ഇരുത്തി അല്ലെ. കാമ നിന്നു, അകാമ എന്ന് പറഞ്ഞാലോ ഒരാളെ എഴുന്നേപ്പിച്ച് നിർത്തി. മനസ്സിലായോ? അതുപോലെ അപ്പൊ തായ്മ നമ്മൾ ഭക്ഷിച്ചു, അത്താമ എന്ന് പറഞ്ഞാലോ ഭക്ഷിപ്പിച്ചു. അതുപോലെയാണ് നസിയ മറന്നു, അൻസ മറപ്പിച്ചു. അപ്പോ ഇവിടെ വലാ തകൂനു കല്ലദീന നസുല്ല, നിങ്ങൾ അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആകരുത്. ഫഅൻസാഹും, അപ്പോൾ
അവൻ മറപ്പിച്ചു. അംഫുസഹും, എന്തിനെ കുറിച്ച് മറപ്പിച്ചു? അവരെ തന്നെ കുറിച്ച് മറപ്പിച്ചു കളഞ്ഞു അള്ളാഹു. അവരെ തന്നെ കുറിച്ച് അവര് വിസ്മൃതിയിലാണ്ടുപോയി. അതായത് നമ്മൾ അള്ളാഹുവിനെ മറന്നാൽ അള്ളാഹുവിന് നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ സ്ഥാനമില്ലാതായാൽ, നമ്മൾ ചെയ്യുന്നതില്, നമ്മൾ പറയുന്നതില്, നമ്മളുടെ ഇടപാടുകളില്, പെരുമാറ്റങ്ങളില്, സ്വഭാവ സവിശേഷതകളില്, ഇതിലൊന്നും അള്ളാഹുവിനൊരു റോളുമില്ലാതെ നമ്മൾ അള്ളാഹിനെ കുറിച്ച് മറന്നാൽ അള്ളാഹു നമ്മളെ തന്നെ മറപ്പിച്ചു കളയും. ചില ആളുകൾ കണ്ടിട്ടില്ലേ, ഭയങ്കര തിരക്കാണ്, അവർക്ക് ഒന്നിനും നേരമില്ല. സ്വന്തം കാര്യങ്ങൾ പോലും മറന്നു പോകുന്ന ആളുകൾ തിരക്കങ്ങോട് കൊണ്ടിട്ട്. അവർക്ക് നിസ്കരിക്കാൻ നേരമില്ല, അവർക്ക് നോമ്പെടുക്കാൻ നേരമില്ല. നോമ്പെടുത്താൽ തന്നെ അതൊന്നും മര്യാദക്ക് തറാവീഹിന് വരാൻ നേരമില്ല. എല്ലാം ഭയങ്കര ബിസിയാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കണ? ഈ അള്ളാനെ മറന്നിട്ടുള്ള ഒരു ജീവിതമാകുമ്പോഴാണ്. എല്ലാറ്റിനും ഒരു ക്രമവും ഒരു അച്ചടക്കവും അള്ളാഹിനെ കുറിച്ച് ഒരു സ്വസ്ഥമായിട്ട് ആലോചിക്കാനൊക്കെ സമയം കണ്ടെത്തുന്ന ആൾക്ക് ഇതിനൊക്കെ നേരം ഉണ്ടാവും. അയാൾ വലിയ ബിസിനസ്സുകാരനും ആവാം, വലിയ ജോലി തിരക്കുള്ള ആളൊക്കെ ആവാം. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആൾക്ക് സമയം കണ്ടെത്താൻ പറ്റും. കാരണം എന്താ? അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ, നിങ്ങളുടെ മനസ്സ് ചിതറിപ്പോകുന്ന ആളുകളെ പോലെ ആവരുതെന്നാ പറഞ്ഞത്. അതായത് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ മനസ്സിങ്ങനെ എല്ലായിടത്തും മനസ്സ് ചിതറിപ്പോയ ആളുകളുണ്ടല്ലോ, അതുപോലെ നിങ്ങൾ ആവരുതെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പോ അതാണ് ഈ അള്ളാഹുവിനെ കുറിച്ച് മറക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അള്ളാഹു അവതരിപ്പിക്കുന്നത്, അവരെ തന്നെ മറന്നവരെ പോലെ ആയിത്തീരും എന്നുള്ളതാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ നോക്കിയാൽ അള്ളാഹിനെ കുറിച്ച് ബോധമില്ലാതെ ജീവിക്കുന്ന ആളുകൾ ഇതുപോലെ എല്ലാ താഴ്വരയിലും അവരാദ്യം ചിലപ്പോ ഒരു പ്രത്യയശാസ്ത്രത്തിൽ, പിന്നെ വേറൊരു പ്രത്യയശാസ്ത്രത്തിൽ, പിന്നെ വേറൊരു സംഘടനയിൽ, പിന്നെ അതിന്റെ ഇങ്ങനെ ചാടിക്കളിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഒരു ഭൗതിക ജീവിയാണെങ്കിൽ അയാൾക്ക് ഒന്നിലും ഒരു സമാധാനം ഉണ്ടാവില്ല. ഒരു സാമ്പത്തിക ഇടപാടും അയാൾക്ക് സംതൃപ്തി കൊടുക്കൂല. എത്ര സമ്പത്ത് കിട്ടിയാലും പിന്നെയും വേണം. ഇങ്ങനെ, അതായത് എന്ത് വിഷയമായാലും, അത് സംഘടനാ കാര്യങ്ങളായാലും, അല്ലെങ്കിൽ പിന്നെ സാമ്പത്തിക കാര്യങ്ങളായാലും, സാമൂഹ്യ വിഷയങ്ങളായാലും, സ്വന്തം കുടുംബജീവിതമായാൽ പോലും അള്ളാനെ മറന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒന്നിലും ഒരു ശ്രദ്ധയില്ലാത്ത, സ്വന്തത്തെ തന്നെ മറന്ന ആളെ പോലെ അയാൾ ആയിത്തീരും. ഇതാണ് അതിന്റെ അവസ്ഥ. അതിനെ കുറിച്ചാണ് പറയുന്നത്. ഉലായിക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് ആര്? ഫാസിഖുകൾ, അധർമ്മകാരികൾ അവരാണ്. ഓക്കെ. ഇനി വളരെ മനോഹരമായ ഒരു ഉപമയാണ് അള്ളാഹു പറയുന്നത്. ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന. സ്വർഗവാസികൾ, അസ്ഹാബുൽ ജന്ന എന്ന് പറഞ്ഞാല് സ്വർഗത്തിന്റെ ആളുകൾ. അസ്ഹാബുന്നാർ എന്ന് പറയുമ്പോ നരകത്തിന്റെ ആളുകൾ. ലാ യസ്തവി അസ്ഹാബുന്നാർ, നരകാവകാശികളും, അസ്ഹാബുൽ ജന്ന, ജന്നത്തിന്റെ സ്വർഗാവകാശികളും, ലാ യസ്തവി, ഇസ്തവ യസ്തവി എന്ന് പറഞ്ഞാൽ സമമാവുക. ലാ യസ്തവി, അവർ സമമാവുകയില്ല. അസ്ഹാബുൽ ജന്നതി, കാരണം സ്വർഗവാസികൾ, ഹുമുൽ ഫായിസൂൻ, അവരാണ്. ഫാസ യഫൂസു എന്ന് പറഞ്ഞാല് വിജയിക്കുക. ഫായിസ് എന്ന് പറഞ്ഞാല് വിജയിച്ചവൻ. നല്ല പേരാണ് അല്ലെ? ഫായിസ് നല്ല പേരാണ്. ഫായിസ്, വിജയിച്ചവൻ. ഫായിസ്. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ, സ്വർഗാവകാശികളാണ് വിജയികൾ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? സ്വർഗാവകാശികളും നരകാവകാശികളും തുല്യരാവുകയില്ല എന്ന് പറഞ്ഞാൽ അത് പരലോകത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. അത് നമുക്ക് തിരിയണ കാര്യമാണല്ലോ അല്ലെ? പരലോകത്ത് സ്വർഗാവകാശികളും നരകാവകാശികളും തുല്യരാവോ? ഒരിക്കലും ഇല്ലല്ലോ, ഒരിക്കലുമില്ല. പക്ഷെ ഈ പറയുന്നത് പരലോകത്തെ കുറിച്ച് മാത്രമല്ല, ഇഹലോകത്തെ കുറിച്ച് കൂടിയാണ്. കാരണം ഇതിന് തൊട്ടുമുമ്പ് പറഞ്ഞ ആയത്ത് എന്താ? ഇതിന് തൊട്ടുമുമ്പ് പറഞ്ഞ എന്താ? നിങ്ങൾ അള്ളാഹിനെ വിസ്മരിച്ചവരെ പോലെ ആവരുതെന്ന് പറഞ്ഞല്ലോ. അള്ളാഹിനെ മറന്നവരെ പോലെ നിങ്ങൾ ആകരുതെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് പറയുന്നത് എന്താ? സ്വർഗാവകാശികളും നരകാവകാശികളും സമമാവുകയില്ല. രണ്ടുപേരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തിരിയും നിങ്ങൾക്ക്. ഒരാൾ സ്വർഗാവകാശിയാണോ, അയാളെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. എന്ന് വിചാരിച്ച് നമ്മളാരും ജഡ്ജ് ചെയ്യാൻ പോകണ്ട കേട്ടോ. അത് നമ്മളോട് അള്ളാഹ് പറഞ്ഞിട്ടില്ല. ഇന്ന ആള്, ഇയാള് സ്വർഗത്തിൽ, ഇയാള് നരകത്തിൽ. ഇയാളെ സ്വർഗത്തിലേക്ക് വിടാൻ നമ്മളാരാ? ഒരാളെ നരകത്തിലേക്ക് പറഞ്ഞേക്കാൻ നമ്മളാരാ? അതൊന്നും പറയണ്ട. പക്ഷെ അള്ളാഹു ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താണ്. ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് തിരിയും ആരാണ് സ്വർഗാവകാശി. അത് അയാളുടെ നിസ്കാരം കണ്ടിട്ടല്ല,
ആ തറാവീഹിന് ഒന്നാമത്തെ സഫില് പിന്നെ 23 റക്കാത്തും അല്ലെങ്കിൽ 11 റക്കാത്തും ഒന്നാമത്തെ സഫിൽ വന്നിരിക്കുന്ന ഒരാളെ കണ്ടിട്ട് അയാൾ സ്വർഗാവകാശി എന്ന് നമ്മൾ പറയണ്ട. അല്ലെങ്കിൽ ഒരാളുടെ വസ്ത്രമോ വേഷവിധാനമോ ഹാവഭാവങ്ങളോ ഒക്കെ കണ്ടിട്ട് താടിയുടെ നീളോ വസ്ത്രം ഇങ്ങനെ കയറി പോകുന്നതിന്റെ വലിപ്പോ ഇതൊന്നും കണ്ടിട്ട് നമ്മൾ ആരെക്കുറിച്ചും ഹിജാബ് കണ്ടിട്ടോ മക്കനയുടെ നീളം കണ്ടിട്ടോ ഇതൊന്നും അതൊന്നുമല്ല അതിന്റെ അടയാളം. അതിന്റെ അടയാളം എന്താ? അയാളായിട്ട് നിങ്ങളൊന്ന് ഡീൽ ചെയ്ത് നോക്ക്, പെരുമാറി നോക്ക്, നിങ്ങൾക്ക് തിരിയും. സ്വർഗാവകാശിയാണെങ്കിൽ തിരിയും അയാളെ കുറിച്ച്. നമുക്ക് തന്നെ മനസ്സിൽ നല്ല മനുഷ്യനാണല്ലോ ഇന്ന് ചിലരെ കുറിച്ച് തോന്നാറില്ലേ? അത് അവരുടെ പെരുമാറ്റം കൊണ്ടല്ല, അല്ലെങ്കിൽ അവരുടെ ആരാധനാ കർമ്മങ്ങളുടെ ബാഹുല്യം കൊണ്ടല്ല, മറിച്ച് അവരെന്ന് പറയുന്ന ഒരു വ്യക്തിത്വം. അപ്പൊ ഇവിടെ അല്ല ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് കുറെ പേരെ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് ആക്കാനുള്ള ഒരു ടിക്കറ്റായിട്ട് പറയാനല്ല, മറിച്ച് നമ്മളിലേക്ക് നമ്മൾ നോക്കുക. എനിക്ക് സ്വർഗാവകാശങ്ങളുടെ ഗുണങ്ങളുണ്ടോ? റസൂല് പറയുന്നുണ്ടല്ലോ, അല്ല പറയുന്നുണ്ടല്ലോ, ഇന്ന ആളുകളൊക്കെ സ്വർഗത്തിലാണ്, ഇന്ന അസ്ഹാബൽ ജന്ന ആവർത്തിച്ച് അല്ലദീന യദ്ഖുലൂനൽ ജന്ന എന്നൊക്കെ സ്വർഗാവകാശികളെ കുറിച്ച് അല്ല പറയുന്നുണ്ടല്ലോ. ആ പറഞ്ഞ ഗുണങ്ങൾ എന്നിലുണ്ടോ? ഇത് നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കുറെ പേര് നരകത്തിൽ പോവും, അവരെയൊക്കെ ഞാൻ നരകത്തിൽ ശിക്ഷിക്കുമെന്ന് അല്ല പറയുന്നുണ്ട്. അതിൽ ഞാൻ പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ നിരീക്ഷിക്കാനുള്ള ഒരു കണ്ണാടിയായിട്ടാണ് അല്ല ഇത് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ മറ്റുള്ളവരെ കുറിച്ച്, കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക സമൂഹത്തിൽ നടക്കുന്നത് അതാണ്. നമുക്ക് ഓരോരുത്തർക്കും ടിക്കറ്റ് എഴുതി കൊടുക്കണം ഓരോരുത്തർ. അല്ല ഇന്ന ആളുകളൊക്കെ സ്വർഗത്തിൽ ഇന്ന, അതല്ല വേണ്ടത്. മറിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ആലോചിക്കുക. എന്റെ ജീവിതം ഈ നിലക്ക് പോയാൽ ഞാൻ സ്വർഗാവകാശിയാവോ നരകാവകാശിയാവോ? നരകാവകാശികളെ കുറിച്ച് പറഞ്ഞ ആ ഗുണങ്ങൾ അല്ലെങ്കിൽ ആ ദോഷങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടോ? സ്വർഗാവകാശികളെ കുറിച്ച് പറഞ്ഞ ഗുണങ്ങളാണോ യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തിൽ ഉള്ളത്? ഇത് നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറയുന്നത് അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ, സ്വർഗാവകാശികളാണ് വാസ്തവത്തിൽ വിജയശ്രീലാളിതരായ ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എത്ര വലുതാണ്. നമ്മളെല്ലാവരും ഇപ്പൊ ഈ ദുനിയാവിൽ ഇപ്പൊ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സക്സസ്ഫുൾ ആകാനല്ലേ? ഹൗ ടു ബി സക്സസ്ഫുൾ. യൂട്യൂബ് എടുത്ത് നോക്കിയേ, ഹൗ ടു ബി സക്സസ്ഫുൾ in exams, how to be successful in career, how to be successful in personal life, how to be successful in social life. ഇതേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ താരങ്ങളൊക്കെ പറയുന്നത്, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്നത് ഈ ഒറ്റ സംഗതിയാണ്. എല്ലാവരും നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ വിജയിക്കാം. പക്ഷെ അന്തിമ വിജയത്തെ കുറിച്ച് അല്ല പറയുന്ന ഒറ്റ വാചകമുള്ളൂ, അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ ഫമൻ സുഹ്സിഹ അനിന്നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അല്ലെ? വമൻ സുഹ്സിഹ അനിന്നാർ, ആർ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ടുവോ, വ ഉദ്ഖിലൽ ജന്നത സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടുവോ, ഫഖദ് ഫാസ് അവനാണ് വിജയിച്ചത്, അവർക്കാണ് വിജയം. ബാക്കി ഈ ലോകത്ത് ഒരുപാട് പണം ഉണ്ടായി, ഒരുപാട് നേട്ടം ഉണ്ടായി, ഒരുപാട് ഫേമസ് ആയി, ഒരുപാട് നല്ല ഇൻഫ്ലുവൻസർ ആയി, ഇത്ര മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായി. ഇപ്പൊ അതാണല്ലോ ഇപ്പോഴത്തെ വിജയത്തിന്റെ മാനദണ്ഡം. എത്ര ഫോളോവേഴ്സ് നിങ്ങൾക്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാമില്, യൂട്യൂബിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, അതാണ് വിജയത്തിന്റെ ഇപ്പോഴത്തെ മാനദണ്ഡം. എന്നിട്ട് ഓരോ ദിവസവും ഇടങ്ങേറാവാണ്. പുതിയ വീഡിയോ ഉണ്ടാക്കിയാലല്ലേ ഇപ്പൊ ഈ ഫോളോവേഴ്സിന് നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കോപ്രായമാണ് കാണിക്കണം. പെരുന്നാളിന് ഇങ്ങനെ നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ ഒക്കെ നടക്കുമ്പോൾ എല്ലാവരും വീഡിയോ പിടിക്കുന്നു. കാരണം എന്താ? ഇതൊക്കെ കയറണം, ഇൻസ്റ്റയിൽ കയറണം, ഇതൊക്കെ ഫേസ്ബുക്കിൽ വരണം, എന്നിട്ട് ഇതൊക്കെ ലൈക്ക് കിട്ടണം. ഇന്നത്തെ ലൈക്ക് കുറഞ്ഞു പോയാൽ അപ്പൊ ഡിപ്രസ്ഡ് ആയി. നേരത്തെ കഴിഞ്ഞ വീഡിയോക്ക് ഇത്ര വ്യൂ ഉണ്ടായി, ഇതിനിപ്പോ ഇത്ര വ്യൂ കുറഞ്ഞു, ആകെ ഡിപ്രസ്ഡ് ആയി. എന്റെ ജീവിതം ഞാൻ ജീവിച്ചിരിക്കണം എന്തിനാന്നുള്ള നിലക്ക്. അമേരിക്കയിലൊക്കെ പെൺകുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യണമെന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഫോട്ടോ, നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഇൻസ്റ്റയിൽ വരുമ്പോ ഫോട്ടോ പോരാ, അതുകൊണ്ട് എന്നാ പിന്നെ നമ്മൾ ആത്മഹത്യ ചെയ്ത് കളയാന്ന് തീരുമാനിക്കുന്ന ചെറുപ്പക്കാര് കൗമാരക്കാരൊക്കെ കൂടി വരണമെന്നാ പറയുന്നത്. കാരണം എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അള്ളാനെ മറന്നാല് സ്വന്തത്തെ മറന്നു, അള്ളാനെ കുറിച്ച് മറന്നാല് സ്വന്തത്തെ കുറിച്ച് മറന്നു. അതേസമയം വിജയത്തിന്റെ യഥാർത്ഥ മാനദണ്ഡം ഇതൊന്നുമല്ല. ഇതൊക്കെ ശരിക്കാ പറയുന്ന പോലെ ഇൻസ്റ്റന്റ് ആണ്. ആ ഇൻസ്റ്റയില് പറയുന്നതൊക്കെ ഇൻസ്റ്റന്റ് ആണ്, പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഡിസ്റ്റന്റ് ആയിട്ടൊരു ഡ്രീം വേറെ വേണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. നമുക്ക് നമ്മുടെ ഫോളോവേഴ്സ് എത്ര കുറഞ്ഞാലും, നമുക്ക് എത്ര കുറഞ്ഞ ലൈക്ക് കിട്ടിയാലും
നമ്മൾ ആ വഴിക്കേ ചിന്തിക്കൂല. നമ്മളുടെ ലക്ഷ്യം വേറെയാണ്. അവിടത്തേക്കുള്ള ഫോട്ടോസാണ് നമ്മൾ കരുതി വെക്കുന്നത്. അവിടത്തേക്കുള്ള കമന്റുകളും അവിടത്തേക്കുള്ള ലൈക്കുകളും ഒക്കെയാണ് നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു വിചാരം നമുക്കുണ്ടെങ്കിൽ അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ, അവരാണ് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ തന്നെ വിജയിച്ചവർ. ലൗ അൻസൽന ഹാദൽ ഖുർആൻ അലാ ജബലിൻ, അള്ളാഹു ഈ വിശുദ്ധ ഖുർആനിന്റെ ഒരു ദൗത്യം മുസ്ലിം ഉമ്മത്തിനെ ഏൽപ്പിച്ച ഒരു ദൗത്യത്തെ കുറിച്ച് പറയണം. ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൻ, ഈ വിശുദ്ധ ഖുർആനിനെ നാം ഒരു പർവ്വതത്തിന്റെ മുകളിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ. ലൗ അൻസൽന, ലൗ എന്ന് പറഞ്ഞത് ഇവിടെ അറബി ഭാഷയില് അതിന്റെ അർത്ഥം ഈഫ് എന്നാണ്. ഈഫ്, ലൗ അൻസൽന, നാം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ, നാം ഇറക്കിയിരുന്നുവെങ്കിൽ, ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ നാം ഇറക്കിയിരുന്നുവെങ്കിൽ, അലാ ജബലിൻ, ജബൽ എന്ന് പറഞ്ഞാല് കേട്ടിട്ടില്ലേ? പർവ്വതം. ആ, ജബലുർ റഹ്മ, ജബലുൻ നൂർ അല്ലെ, ജബലു സൗർ കേട്ടിട്ടില്ലേ? അപ്പോ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഈ വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ലറഅയ്തഹു, താങ്കൾക്ക് അതിനെ കാണാൻ സാധിക്കുമായിരുന്നു, ആ പർവ്വതത്തെ. ഖാശിഅൻ, ഖാശിഅൻ, അത് ഭയന്ന് വിറച്ച് ആ പർവ്വതം നിലകൊള്ളുമായിരുന്നു. ഖശഅ എന്ന് പറഞ്ഞാൽ ശരിക്ക് അടങ്ങി ഒതുങ്ങി ഭയങ്കരമായിട്ട് ചിറകുകളൊക്കെ ഒതുക്കി വിധേയമാകുന്നതിനാണ് എന്ത് പറയാ? ഖശഅ എന്ന് പറയാ. കണ്ണൊക്കെ ഇങ്ങനെ താഴ്ത്തി, കണ്ണൊക്കെ ഇങ്ങനെ കൂമ്പി വിനീത വിധേയനായി നിൽക്കുന്നതിനാണ് ഖാശിഅ എന്ന് പറയാ. ഖുശൂ ആണ് അത് ഈ പദത്തിനാണ്. വിധേയനായിട്ട് നിലകൊള്ളുന്നതായിട്ട് ഈ പർവ്വതത്തിനെ താങ്കൾക്ക് കാണാമായിരുന്നു. മുത്തസദ്ദിഅൻ, മുത്തസദ്ദിഅൻ എന്ന് പറഞ്ഞാൽ അത് പിളരുമായിരുന്നു. സുദാ എന്ന് പറഞ്ഞ തലവേദനയാണ്. ചിലർ പറയല്ലേ എന്റെ തല പൊട്ടിപ്പൊളിയുന്നത് പോലുള്ള വേദന എന്ന് പറയാറില്ലേ, അതാണ് മുത്തസദ്യ, പിളരുന്നത്. ആ പർവ്വതം ഇങ്ങനെ പിളർന്നു പോകുമായിരുന്നു. മിൻ ഖശിയത്തില്ല, എന്തുകൊണ്ട്? അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി കൊണ്ട് ആ പർവ്വതം ഇങ്ങനെ പൊട്ടിപ്പിളരുന്നതായിട്ട് താങ്കൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്നിട്ട് പറയാണ് വതിൽക്കൽ അംസാൽ, ഈ ഇത്തരം ഉദാഹരണങ്ങൾ, മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം, അതിന്റെ ജമ്മാണ് അംസാല് കേട്ടാ. മസല് ഉപമ, ഉപമ ഒരു പിന്നെ നമ്മൾ മിസാൽ എന്ന് പറയുന്നത് ഉദാഹരണം. വതിൽക്കൽ അംസാൽ, ഇത്തരം ഉദാഹരണങ്ങൾ നളിബുഹാ ലിന്നാസ്, ജനങ്ങൾക്ക് നാം വിശദീകരിച്ചു കൊടുക്കുന്നു. എന്തിന്? ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടി, അവർ ആലോചിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അവർ ആലോചിക്കാൻ വേണ്ടിയിട്ട് നാം ഇത്തരം ഉദാഹരണങ്ങൾ ധാരാളമായിട്ട് വിശദീകരിക്കും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ വിശുദ്ധ ഖുർആൻ നാം ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ആ പർവ്വതം ഭയന്ന് വിറച്ച് വിനീത വിധേയനായിട്ട് നിൽക്കുകയും മാത്രമല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ ആ പർവ്വതം പൊട്ടിപ്പിളരുകയും ചെയ്യുന്നത് താങ്കൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. എന്തായിരിക്കും അങ്ങനെ ഒരു ഈ ഖുർആൻ അവതരിപ്പിച്ചത് ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നെങ്കിൽ ആ പർവ്വതം പൊട്ടിപ്പിളരും എന്ന് പറഞ്ഞത് കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അള്ളാഹു ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതായത് ഈ ഉത്തരവാദിത്തം, ഈ വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങള്, ജീവിതത്തിന് വേണ്ട കൽപ്പനകള്, നിരോധങ്ങള്, ഇതൊക്കെ ഏറ്റെടുത്തിട്ട് ഇതൊക്കെ എങ്ങനെ നടപ്പാക്കും, അല്ലെങ്കിൽ ഇത് നടപ്പാക്കിയിട്ടില്ലെങ്കിലുള്ള ശിക്ഷയെക്കുറിച്ച് ആലോചിച്ച് അവര് ബേജാറായി പോകുമായിരുന്നു. പക്ഷെ പേടിപ്പിക്കാൻ വേണ്ടി പറയല കേട്ടോ, അത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അതിന്റെ ഗൗരവത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പറയാണ്. നമുക്ക് സാധിക്കാത്ത ഒന്നും അള്ളാഹു ഖുർആനിൽ ഇറക്കിയിട്ടില്ലല്ലോ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. നമുക്ക് നമ്മുടെ കഴിവിന്റെ പരിധിക്ക് അപ്പുറത്തുള്ള ഒന്നും അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടില്ല. അപ്പോ ഇവിടെ ഓരോ സംഗതികളിലും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാൻ പറ്റിയത് തന്നെയാണ്. പക്ഷെ ആ പാലിക്കാൻ പറ്റിയ നിർദ്ദേശങ്ങളെ കുറിച്ച് പോലും മനുഷ്യരായ നമ്മള്
ചിന്തിക്കാതെ ഗൗരവം ഉൾക്കൊള്ളാതെ നടക്കുന്നു എന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് പറയുന്നത്. ഇപ്പൊ ഇത്രത്തോളം ഗൗരവമുള്ള ഒരു സംഗതിയാണ് ഞങ്ങളുടെ കയ്യിൽ ഈ ഇരിക്കുന്നത്. നമ്മളിപ്പോ കത്തം തീർത്ത ഈ ഖുർആൻ ഉണ്ടല്ലോ, കഴിഞ്ഞ റമദാനിൽ നമ്മളെല്ലാവരും കത്തം തീർത്തു. എന്നിട്ട് അന്ന് മടക്കി വെച്ചാണ്. ഇന്ന് വരെ എടുത്തു നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാലോചിക്കണം, ഈ ഖുർആനിനെ അള്ളാഹു ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയെങ്കിൽ ആ പർവ്വതം അതിന്റെ ഖുർആനിന്റെ ആ ഉള്ളടക്കം കണ്ടിട്ട് ഞെട്ടിത്തെറിച്ച് അത് പൊട്ടിച്ചിതറുമായിരുന്നു. നമ്മുടെ കയ്യിലുള്ള ഈ ഗ്രന്ഥം എല്ലാ ദിവസവും ഒന്ന് എടുത്ത് വായിച്ചു നോക്കാൻ പോലും മെനക്കെടാതെ അതിനവിടെ വച്ചിട്ട് നമ്മൾ അവഗണിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അത് പറയുന്നത്. അല്ലാതെ ഇപ്പോ സൂറത്ത് അഹ്സാബിന്റെ അവസാനം ഇന്നാ അറളനൽ അമാനത്ത് അലസ്സമാവാതി വൽ അർദ് എന്ന് അള്ളാഹു പറയുന്നത്, നാം ഈ അമാനത്ത് ഇന്നാ അറളന, ഈ അമാനത്ത് നാം കാണിച്ചു കൊടുത്തു, അലസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികൾക്ക് നാം ഇതിനെ കാണിച്ചു കൊടുത്തു. ഏതമാനത്താണ്? ഭൂമിയിൽ അള്ളാഹുവിനെ പ്രതിനിധീകരിച്ച് ജീവിക്കാനുള്ള ഒരു അമാനത്ത്. ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഖുർആനെയും കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അമാനത്ത് അള്ളാഹു മനുഷ്യനെ ആദ്യം പർവ്വതങ്ങൾക്കാണ് കാണിച്ചു കൊടുത്തത്, ആകാശത്തിനും ഭൂമിനും. പക്ഷെ പക്ഷെ അവരത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. ഫഹമലഹൽ ഇൻസാൻ, എന്നിട്ട് മനുഷ്യനത് ഏറ്റെടുത്തു. ഇന്നഹു കാന ളലൂമൻ ജഹൂല, മനുഷ്യനത് ഏറ്റെടുത്തെങ്കിലും മനുഷ്യൻ പിന്നീട് അക്രമിയും അവിവേകിയുമായിട്ട് മാറി എന്നുള്ള പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് വെറും ഇങ്ങനെ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കാനല്ല. നമ്മുടെ കാര്യം മാത്രം നോക്കി എന്റെ ജോലി, എന്റെ കുടുംബം, എന്റെ പഠനം, ഇതൊക്കെ വേണം, ഇതെല്ലാം വേണം, എല്ലാം നമുക്ക് നിർബന്ധമാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തൊരു വലിയ ദൗത്യമുണ്ട്. ഈ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി ഇതിലെ കാര്യങ്ങൾ പഠിച്ച് ഇത് ജീവിതത്തിൽ പകർത്തി ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ഇതിനെ പ്രചരിപ്പിച്ച് ഇത് ജീവിതത്തിൽ എവിടെയൊക്കെ മേഖലയിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ പ്രാവർത്തികമാക്കി ജീവിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അതല്ലാതെ എന്റെ കാര്യം, എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ ആരാധനാകർമ്മങ്ങൾ ഇത് മാത്രമായിട്ട് ജീവിക്കാനുള്ളതല്ല. അത് മാത്രമല്ല ഇതിന്റെ ഒരു ലക്ഷ്യം. ഈ ഒരു വലിയ ഉത്തരവാദിത്തത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഈ ഖുർആൻ മതി നിങ്ങളെ ഓരോ ദിവസവും നിങ്ങളുടെ കപ്പായിൽ നിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ. സുബഹിക്ക് നമ്മൾ അറിയാതെ എഴുന്നേറ്റ് പോകും. എന്തിനെ കുറിച്ച് ആലോചിച്ചിട്ട്? ഖുർആനെ കുറിച്ച് ആലോചിച്ചിട്ട്, അള്ളാഹിനെ കുറിച്ച് ആലോചിച്ചിട്ട്. ഓരോ നിസ്കാരത്തിലും നമ്മൾ പെട്ടെന്ന് തന്നെ ആ നിസ്കാരത്തിലേക്ക് നടന്നെടുക്കും. ഓരോ നോമ്പും നമുക്ക് വളരെ വിലപ്പെട്ടതാവും. ഓരോ റക്കാത്തും വിലപ്പെട്ടതാവും. ഓരോ നമ്മൾ ചെലവഴിക്കുന്ന ഓരോ പണവും, ഓരോ റിയാലും, ഓരോ രൂപയും, അതൊക്കെ നമുക്ക് വളരെ വിലപ്പെട്ടതായി മാറും. എങ്ങനെയാണെങ്കിൽ ഈ ദൗത്യത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എനിക്ക് തോന്നുന്നു ഇവിടെ അവസാനിപ്പിക്കാം. കാരണം ഇനി ഉള്ള 3 ആയത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള, അവന്റെ നാമങ്ങളെ കുറിച്ചുള്ള ഒരുപാട് വിശദീകരിക്കേണ്ട ആയത്തുകളാണ്. പക്ഷെ അപ്പൊ നമുക്ക് സമയം കിട്ടൂല. അപ്പൊ അതുകൊണ്ട് അത് തുടങ്ങി വെച്ചാല് അത് വിശദീകരിക്കാതെ നമുക്ക് പൂർത്തിയാക്കാനും പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞതൊന്ന് ചുരുക്കി പറയാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പിരിയാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ആദ്യം പറഞ്ഞെന്താ? 18-ാമത്തെ ആയത്തിൽ പറഞ്ഞത് നിങ്ങൾ തഖ്വ കൈക്കൊള്ളണം. നാളേക്ക് വേണ്ടി, എന്നോടൊപ്പം പറഞ്ഞോ, നാളേക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചതെന്ന് നിങ്ങൾ നോക്കണം. അള്ളാഹിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെല്ലാം നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാറ്റിനെ കുറിച്ച് സൂക്ഷ്മമായിട്ട് അറിയാം. രണ്ടാമത് പറഞ്ഞെന്താ? നിങ്ങൾ വലാ തകൂനു കല്ലദീന നസുല്ലാ, അള്ളാഹുവിനെ മറന്നവരെ പോലെ, വിസ്മരിച്ചവരെ പോലെ നിങ്ങൾ ആകരുത്. അങ്ങനെ നിങ്ങൾ അള്ളാഹിനെ വിസ്മരിച്ചാൽ എന്താ സംഭവിക്കാം? സ്വയം മറന്നവരെ പോലെ നമ്മളായിത്തീരും. ഉലായിക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് അധർമ്മകാരികൾ. പിന്നെ പറയുന്നെന്താ? സ്വർഗവാസികളും സമമാവുകയില്ല. സ്വർഗവാസികളാണ് ആര്? വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ തന്നെ വിജയിച്ചവര് സ്വർഗവാസികളാണ്. നാലാമത് പറഞ്ഞ കാര്യം, ഈ വിശുദ്ധ ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അവതരിപ്പിച്ചതെങ്കിൽ അത് ഭയന്ന് വിറച്ച് പൊട്ടിപ്പിളർന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാമായിരുന്നു. ഈ ഉദാഹരണം അള്ളാഹു പറയുന്നത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. 4 ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്
ഇൻഷാ അല്ലാഹ് നിങ്ങൾ അടുത്ത ആഴ്ച ഈ ആയത്തുകൾ നമ്മൾ കാണാതെ പഠിക്കണം കേട്ടോ. ബാക്കി ഇതുവരെ ഉള്ളതൊന്നും ഹിഫ്ളാക്കിയിട്ടില്ലെങ്കിലും ഇത്രയും ഇവിടെ മുതൽ ഈ ഹഷറിന്റെ അവസാനത്തെ ഭാഗം, ഇനി പ്രത്യേകിച്ച് അടുത്ത 3 ആയത്ത് അള്ളാഹുവിന്റെ നാമങ്ങളാണ്, അതിവിശിഷ്ട നാമങ്ങൾ, അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന നാമങ്ങളാണ്. അപ്പൊ ഇപ്പൊ ഇന്ന് എടുത്ത 4 ആയത്തും നാളെ അടുത്ത ആഴ്ച എടുക്കാൻ പോകുന്ന ഇൻഷാ അല്ലാഹ് എടുക്കാൻ പോകുന്ന 3 ആയത്തും, ആ 7 ആയത്തും വളരെ എളുപ്പം സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കാം. പ്രത്യേകിച്ച് അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് പഠിക്കണമെങ്കിൽ വളരെ എളുപ്പം പഠിക്കാൻ പറ്റിയ ആയത്തുകളാണ്. ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുക കേട്ടോ. അപ്പോ അടുത്ത ആഴ്ച അത് ഞാൻ ചോദിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ് കേട്ടോ. ഓക്കെ, അപ്പോ ഈ ആയത്തിന്റെ വിശദീകരണം നമുക്ക് ഇവിടെ നിർത്താം. എന്നിട്ട് ഇതിന് ശേഷം എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്ക് അതിനും ഉപയോഗിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.